നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. നമുക്ക് ഡേ ക്ലോസ് കമ്പ്യൂട്ടറിൽ കൊടുക്കാതെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. എന്നാൽ ആ ഡേ ക്ലോസ് കൊടുക്കുന്നത് സെൻട്രലി ബാൻ ചെയ്ത് വെക്കുകയാണ്. രാത്രി 8 മണി 8:30 മണി ആയി കഴിഞ്ഞാൽ റീജിയണൽ മാനേജറെ വിളിക്കണം, ചിലപ്പോൾ ഹെഡ് ഓഫീസിൽ വിളിക്കണം. എന്നിട്ട് ഇന്നത്തെ ടാർഗറ്റ് നമുക്ക് ഇൻഷുറൻസ് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇന്ന് ദയവായിട്ട് മാപ്പ് തരണം, ഇതും കൂടെ ചേർത്ത് ഞാൻ നാളെ പിടിക്കാം, അങ്ങനെ പറഞ്ഞ് തൽക്കാലം ഡേ എൻഡിന് എക്സംഷൻ കൊടുക്കുന്നു. താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം, കരാറടിസ്ഥാനത്തിലുള്ള ജീവനക്കാരുടെ എണ്ണം കൂടുന്നു. 10 മണി മുതൽ 5 മണി വരെ പണിയെടുക്കുന്ന ജീവനക്കാർ മറ്റേത് മേഖലയിൽ എടുത്താലും ഏറ്റവും മികച്ച ജീവനക്കാരാണ്. പക്ഷെ ബാങ്കിങ് മേഖലയിൽ 10 മണി മുതൽ 5 മണി വരെ പണിയെടുക്കുക എന്ന് പറയുന്നത് സ്വപ്നങ്ങളിൽ മാത്രമാണ്. 9 മണിക്ക് വന്ന് 7 മണി 8 മണി വരെ പണി തുടരുന്ന ജീവനക്കാർ അവധി ദിവസങ്ങളിൽ പോലും പണിയെടുത്താൽ തീരാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എത്തിച്ചേരാൻ കഴിയാത്ത രീതിയിൽ ടാർഗറ്റുകൾ അടിച്ചേൽപ്പിക്കുകയാണ്. അത് നൈതികതയില്ലാത്ത, ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത മേഖലയിലാണ്. ബിസിനസ് വർധനവിന് വേണ്ടിയിട്ടല്ല, ഡെപ്പോസിറ്റ് വർദ്ധിപ്പിക്കാനോ വായ്പ വർദ്ധിപ്പിക്കാനോ അല്ല, മറിച്ച് ഇൻഷുറൻസ് മേഖലയിൽ, മ്യൂച്വൽ ഫണ്ടിൽ, അങ്ങനെ വ്യത്യസ്തങ്ങളായ ബാങ്കിതര പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ടാർഗറ്റുകളാണ് ബാങ്ക് ജീവനക്കാർ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. ആ ഏൽപ്പിക്കപ്പെടുന്ന ജീവനക്കാർ ടാർഗറ്റ് എത്തിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, നമുക്ക് ഡേ ക്ലോസ് കമ്പ്യൂട്ടറിൽ കൊടുക്കാതെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. എന്നാൽ ആ ഡേ ക്ലോസ് കൊടുക്കുന്നത് സെൻട്രലി ബാൻ ചെയ്ത് വെക്കുകയാണ്. രാത്രി 8 മണി 8:30 മണി ആയി കഴിഞ്ഞാൽ റീജിയണൽ മാനേജറെ വിളിക്കണം, ചിലപ്പോൾ ഹെഡ് ഓഫീസിൽ വിളിക്കണം. എന്നിട്ട് ഇന്നത്തെ ടാർഗറ്റ് നമുക്ക് ഇൻഷുറൻസ് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇന്ന് ദയവായിട്ട് മാപ്പ് തരണം, ഇതും കൂടെ ചേർത്ത് ഞാൻ നാളെ പിടിക്കാം, അങ്ങനെ പറഞ്ഞ് തൽക്കാലം ഡേ എൻഡിന് എക്സംഷൻ കൊടുക്കുന്നു. തൊട്ടടുത്ത ദിവസം അത് ഏതെങ്കിലും ഇടപാടുകാരിൽ തലയിൽ കെട്ടിവെക്കാൻ ബാങ്ക് ജീവനക്കാർ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം. പ്രഷർ കുക്കറിനകത്ത് ജീവിതം പോലെയാണ് ഇന്ന് ബാങ്ക് ജീവനക്കാരുടെ ജീവിത സാഹചര്യം ഉള്ളത്. ഒരിക്കലും നമുക്ക് ഇംബാലൻസ് ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു ജീവനക്കാരൻ എന്നുള്ള നിലയിൽ ഒഫീഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് പോലെ തന്നെ അവർക്കൊരു പബ്ലിക് ലൈഫ് ഉണ്ട്, ഫാമിലി ലൈഫ് ഉണ്ട്, സോഷ്യൽ ലൈഫ് ഉണ്ട്, പേഴ്സണൽ ലൈഫ് ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും ബാങ്ക് ജീവനക്കാർക്ക് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല. വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ മുന്നോട്ട് വെക്കുന്ന 5 ദിവസത്തെ ജോലി സമയം, 5 ദിവസം 7 മണിക്കൂർ വെച്ച് 35 മണിക്കൂർ ഒരാഴ്ചയിൽ ജോലി എടുക്കാനുള്ള അവകാശം, അത് ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ, ബാങ്ക് മേധാവികളുടെ സംഘടനകളുമായി IBAയുമായിട്ട് ഉണ്ടാക്കിയ തീരുമാനം ഉണ്ടായതാണ്. പക്ഷെ കേന്ദ്ര സർക്കാർ അതിന് അംഗീകരിക്കുന്നില്ല. പഞ്ചദിന ബാങ്കിങ്, സ്റ്റേറ്റ് ബാങ്ക് LICയിൽ പഞ്ചദിന ബാങ്കിങ് നടപ്പിലാക്കിയതാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നടപ്പിലാക്കിയതാണ്. ഇന്ന് എല്ലാ ആധുനിക സംവിധാനങ്ങളും വീട്ടിനകത്തിരുന്ന് നമുക്ക്, തൊഴിലിടത്തിരുന്ന് നമുക്ക് ഏതൊരു ഇടപാടുകാരനും ബാങ്കിങ് സേവനം നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. മൊബൈൽ ബാങ്കിങ് ഉണ്ട്, ഇന്റർനെറ്റ് ബാങ്കിങ് ഉണ്ട്, ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കിലും ഈ കാര്യങ്ങളൊന്നും മാനിക്കാതെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് നടപ്പിലാക്കിയിട്ടുള്ള തിട്ടൂരമനുസരിച്ച് കേന്ദ്ര സർക്കാർ പഞ്ചദിന ബാങ്കിങ് നടപ്പിലാക്കാതിരിക്കുന്ന സാഹചര്യം കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് നമ്മുടെ ജൂലൈ 16 ധർണയും മനുഷ്യച്ചങ്ങലയുടെയും പ്രസക്തി വർദ്ധിക്കുന്നത്.